എന്നതാ ഇത്? എന്നതാണെന്നേ? ഏതാണ്ട് എന്തുരിച്ചാണോ ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കാം. നിന്റെ അപ്പന്റെ ഇംഗ്ലീഷ് അല്ലേ കാണാൻ പാടില്ല. മോനെ, എന്താ അമ്മച്ചി? ആ ജോർജ് കുട്ടിയുടെ കയ്യിലോട്ട് കൊടുത്തേ, അവൻ വായിച്ചു തരുമെന്നേ. അവൻ വായിച്ചു തരും. എന്താ ഇത്? എന്നതാന്ന് ഒന്ന് നോക്കിയേ മോനെ. ഇപ്പൊ ആ പോസ്റ്റ്മാൻ കൊണ്ട് തന്നേച്ചും പോയതാ. Mr. Tietjen, this notice is being issued to you as per the instructions from my client, Mrs. Rahel Mathukutti, wife of Mathukutti, Cheerangandathil House, and is residing at Baranangana Mamsham, Desham of Pala Taluk. Please take notice that my client, who is your elder sister, does not keep to intend the share of the properties inherited by her from her father in joint possession as you are mismanaging the properties, so as to defer her without giving her the due share of men's profit even after repeated demands. It's hereby informed that you may take necessary step to effect the partition of the properties shown in the margin and to put my client in possession of her share with the men's profits within 1 month from the date of receipt of this notice, failing which my client will be taking appropriate legal actions against you, and in that event you will be held liable for all the incidental expenses of my client, including the legal charges of this notice. ഇതാണ് സംഭവം. മനസ്സിലായ? ഇംഗ്ലീഷ് പഠിച്ച ഇങ്ങനെയൊക്കെ ചില ഗുണങ്ങൾ കൂടിയുണ്ട് അല്ലേ അമ്മച്ചി? ആ വക്കീൽ നോട്ടീസാ. ആന്റോട് അമ്മച്ചി അവരുടെ വീതവും അതിൽ നിന്ന് ഇത്രയും കാലെടുത്ത ആദായവും തിരിച്ചു കിട്ടാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന കേസാ. വക്കീലാരാണ് നോട്ടെ. അയ്യോ എന്റെ അമ്മോ, എന്നാടാ? വാസുദേവ മേനോൻ ഉഗ്രം വക്കീലല്ലേ? നടത്തി എല്ലാ കേസും ജയിച്ചിട്ടേ ഉള്ളൂ. ഓ, ഒരു ചക്ക വീണപ്പോ മൊയലി എത്തുന്ന വിചാരിച്ച എല്ലാ ചക്കയ്ക്കും അങ്ങ് മൊയലിയാകും. ഇത് ചക്കയും മൊയിലൊന്നും അല്ല, തൊഴുത്തിപ്പറമ്പൻ ജോസിനെ തൂക്കാൻ വിധിച്ച വക്കീല. അങ്ങനെ ജയിക്കുന്ന ഉറപ്പുള്ള കേസേ മൂപ്പരെടുക്കൂ. എന്താവൂ എന്തോ. ഈശോ, ഇയാളെപ്പോ വന്നു ചോദിച്ചാ കേട്ടില്ലേ? ഞാനെപ്പോ വന്നാലും എനിക്കെന്താ ഈ ചായക്കട തന്റെ വകയൊന്നും അല്ലല്ലോ. ഇയാളെന്താ ഉടക്കുന്നേ? വന്നേ, ഇട്ടിച്ചും വിളിക്കുന്നു. വേണ്ട, അന്ന് തന്നവരെ തരാനല്ലേ, ഞാൻ എങ്ങോട്ടേക്കും ഇല്ല. വാടാ പന്നി, വാടാ പട്ടി. അച്ഛനെന്താ വിളിക്കുന്നേ? അച്ഛനാ എന്നെ കൊണ്ടുവന്നു, എന്നെ മർദ്ദിക്കാൻ കൊണ്ടുപോണേ, ബലപ്രയോഗം നടത്തുന്നേ, എന്നെ മർദ്ദിക്കുന്നേ. അയ്യോ അയ്യോ, വെറുതെ ഇരുന്ന് എന്നെ പൊക്കിക്കൊണ്ടുപോവാ സാറേ. എന്താടാ ആളെ പൊക്കിക്കൊണ്ടുപോവാൻ? ഗുണ്ടായിസാ? ഇട്ടിച്ചൻ വിളിച്ചോണ്ട് എല്ലാം പറഞ്ഞിട്ടാ. ആരാണ് നിന്റെ ഇട്ടിച്ചൻ? എന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാനുള്ള പരിപാടിയാ സാറേ. ഇവനോട് വന്നാ നിനക്കെന്താ? അങ്ങനെ ചോദിക്കും സാറേ. സാറേ ഞാൻ പറഞ്ഞു എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ സ്റ്റേഷനിൽ വന്ന് ഇൻസ്പെക്ടർ സാറിന്റെ അടുത്ത് പരാതി പറയുമെന്ന് പറഞ്ഞപ്പോ അവൻ ചോദിക്കാം ഫയലിൽ തൊടാനുള്ള ധൈര്യം നിന്റെ ഇൻസ്പെക്ടർ കൊണ്ടുപോടാന്ന്. ആണോടാ? സാർ ഞാൻ പറഞ്ഞില്ല. എടാ ഇനി ഇവൻ ആരെങ്കിലും തൊട്ടാ ഞാൻ നിന്നെ ആയിരിക്കും പൊക്കുന്നത്, മനസ്സിലായോ? വളരെ ഉപകാരം സാർ. സാർ വൈകുന്നേരം വീട്ടിൽ കാണൂ. എന്തിനാണ്? കുറച്ച് കൈക്കൂലി കൊണ്ടുവരാനാ. വാങ്ങിക്കില്ലേ? ആ മിലിറ്ററി പോലീസിന്റെ ചായക്കട തന്നെ താമസം. ആ SI ഒന്നും ചാടിയില്ലായിരുന്നെങ്കിൽ ഞാനും കൊണ്ടുവന്നേനെ. എന്റെ കയ്യിൽ എത്തിക്കിട്ടിയിരുന്ന വേണ്ട പണി ഞാൻ കൊടുത്തേനെ. ആരോ അവനെ പറഞ്ഞ് പിരികേറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ആ മൈവണം കേസ് കൊടുക്കാനുള്ള ധൈര്യം ഒന്നും കാണിക്കില്ല. വർഗീസ് സാറിനെ ആൻഡോയുടെ അടുത്ത് വെച്ചിട്ട് എന്തായി? ഓ, മധ്യസ്ഥത്തിന് അവൻ നിൽക്കത്തില്ലെന്ന്, എല്ലാം വക്കീലുമായിട്ട് മതിയെന്ന്. അയാളൊരു കോടാലിയാണെന്നാ കേട്ടത്. ആ വക്കീലേ, നമ്മൾ കേസ് പറയാൻ പോയാൽ കാശ് പോകത്തേ ഉള്ളൂ. ആ വക്കീലിനെ ഒന്ന് പിടിക്കാൻ എന്താ മാർഗമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അയാളോട്ട് അടുപ്പമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. ആലിസേ, നിന്റെ അപ്പച്ചനോട് പറ വാസുദേവൻ വക്കീലിനെ എനിക്ക് പരിചയമുണ്ടെന്ന്. ഒന്ന് വിളിച്ചു ചോദിച്ചു. ഒന്ന് ചോദിച്ചടി.
അങ്ങേരെ ചെന്ന് കണ്ട നമുക്ക് കുഴപ്പം വരാത്ത രീതിയിൽ കാര്യങ്ങൾ കോംപ്രമൈസ് ആക്കി തരും. എന്റെ ഒരു അടുത്ത കൂട്ടുകാരന്റെ ഭാര്യയുടെ അമ്മാവനാ വക്കീല്. അവര് വഴിയെ വക്കീലിനെ ബന്ധപ്പെടാൻ പറ്റൂ. അല്ല, അതിനു മുമ്പ് അവനെയും ഭാര്യയും ഉണ്ണാൻ വിളിക്കാൻ മറ്റോ വേണ്ടി വരും. ഏതവനായാലും വിളിക്കാൻ പറയടി, ഉണ്ണോ ഉറങ്ങോ ചെയ്യട്ടെ. മാരേജ് കഴിഞ്ഞ പിന്നെ ഇത്രയും നല്ല ലഞ്ച് ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കുകയാണ്. ആലീസ് ഇരിക്കുന്നില്ലേ? ഞാൻ പിന്നെ ഇരുന്നോളാം. വാടി ഇങ്ങോട്ടിരിക്കേ. അമ്മച്ചി, ഏ? ഇത്തിരി ജീരവെള്ളം എടുത്തേ. ഉവ്വ. ആ, നീ എന്താ കഴിക്കാത്ത? ആ ചിക്കൻ എടുത്തേ. കഴിക്കാം. അപ്പച്ചാ, ആ ചിക്കൻ 2 പീസ് എടുത്ത് കൊടുത്തേ. അന്ന് ധൃതി വന്ന് പോയപ്പോ തൊട്ട് ഞാൻ ജോർജ് തൊട്ടിട്ട് പറയുമായിരുന്നു ഒരു ദിവസം ഉണ്ണാൻ വിളിക്കണമെന്ന്. അതെ അതെ. അപ്പച്ചാ, ആ ചറൊന്നെടുത്തേ. അയ്യോ, അവിടെയല്ലേ, ഇവിടെ. കേട്ടോ പ്രകാശ്, അപ്പച്ചൻ ആരെങ്കിലും വിളിച്ച് സൽക്കരിക്കുക എന്നുള്ളത് എന്ത് ഇഷ്ടമുള്ള കാര്യമെന്നോ. എന്നിട്ട് സ്വന്തം കൈ കൊണ്ട് വിളമ്പി കൊടുക്കുക, അത് വലിയ സന്തോഷാ. അന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് അങ്കിള് വലിയ ഗൗരവക്കാരനാണെന്നാ. ഏയ്, അത് ഞാൻ നിന്നോട് പറഞ്ഞില്ലടാ. എങ്ങനെ വളച്ചടാ നീ ഇങ്ങനെ? വളഞ്ഞു തുടങ്ങണല്ലേ ഉള്ളൂ. എന്നതാ പറയുന്നേ? ഏയ്, ഞങ്ങളെ കേസിന്റെ കാര്യം പറയാം. അതെ അതെ. അപ്പച്ച പ്രകാശന് ചപ്പാത്തി എന്താന്ന് വെച്ച് കൊടുക്കുന്നു. കഴിക്ക്. തീർന്നില്ല, മതി. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി. ഇനിയുള്ള ഓപ്പറേഷൻസ് വളരെ സൂക്ഷിച്ചു നടത്തും. അയ്യോ, ആർക്ക് ഓപ്പറേഷൻ? അയ്യോ, പോട്ടെ. കാര്യങ്ങളൊക്കെ ഒത്തുവരികയാണെങ്കിൽ അടുത്ത ആഴ്ച നിന്റെ വീതം കിട്ടും. പിന്നെ എന്താ നിന്റെ പരിപാടി? ആദ്യം എന്റെ മറ്റേ അതെ ആദ്യം മറ്റേ അത് ഏത് ലവ് മാരേജ്. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറയാൻ മടിക്കരുത്. ആന്റോക്ക് കാശൊരു പ്രശ്നമല്ല. പിന്നെ നീ ആ കാശെടുത്ത് അനാദിയാക്കി കളയരുത്. ആദ്യം നാട്ടിലെവിടെയുള്ള ഒരു സ്ഥലം വാങ്ങി സ്വന്തമായിട്ടൊരു പെരപണിയെ. നിന്റെ അമ്മച്ചീനെയും കഷ്ടപ്പെടുത്താൻ നോക്കണേ. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അച്ചായ? അമ്മച്ചിക്ക് ഞാനും എനിക്ക് അമ്മച്ചി മാത്രമേ ഉള്ളൂ. തരപ്പെടുമെങ്കിൽ ഈ നാട്ടിൽ തന്നെ ഒരു വീട് വെക്കണമെന്നാ എനിക്ക്. നിങ്ങളുടെയൊക്കെ ഒരാളായി ഇവിടെ തന്നെ അങ്ങ് കൂടാൻ പോകാൻ ഞാനും. നല്ല കാര്യമല്ലേ, അല്ലേ മിലിട്ടറി? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇട്ടിച്ചിന്റെ നേർക്ക് അടുത്തയക്കേണ്ട മിസൈൽ ഏതാണ്? സ്കഡ് വേണോ പാട്രിയറ്റ് വേണോ? ഏതായാലും റെഡി ഫോർ അറ്റാക്ക്. ലീനാമ്മയുടെയും പിള്ളേരുടെയും കാര്യം എന്നും ഇവിടെ ഇങ്ങനെ കഴിഞ്ഞാൽ എങ്ങനെ? എന്റെ വീട്ടിലോട്ട് അവളെയും കൊണ്ടുപോയാ അവളും പെങ്ങന്മാരും കൂടി ചേരത്തില്ല. ഒരു പുരയിടം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, കുറച്ച് കിഴക്കോട്ട് മാറിയാ. അളിയൻ അവളുടെ വീതം എടുത്തോ, എനിക്ക് കാശായിട്ട് മതി. ഇത്രയും കാലം നീ ഇങ്ങനൊരു ആവശ്യം പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്തുവാ കെട്ടിയോളം പിള്ളേരെ ഓർമ്മിക്കാൻ സ്വത്ത് കിട്ടുകയെന്ന് പേടിച്ചാ? അതല്ല, എല്ലാം കൂടി നോക്കി നടത്തി അളിയൻ കുറെ ബുദ്ധിമുട്ടുകയാണല്ലോ എന്ന് വിചാരിച്ച. ആ, മനസ്സിലായി മനസ്സിലായി. നിങ്ങളെ കെട്ട് കിടക്കുമ്പോ അവിടെ വേല എഴുതി വെച്ചതെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഞാനെടുത്ത് തിന്നിട്ടൊന്നുമില്ല. ഇയാളെന്നാ വന്ന് വിളിക്കുന്നേ? ചുമ്മാ. അല്ല, വക്കീലന്മാരെ വല്ലതും കണ്ട കാര്യമുണ്ടോ? വക്കീലിന്റെ കുഞ്ചരിയച്ഛൻ വരുമ്പോ പറഞ്ഞേക്കണേടി. അതിപ്പോ എന്ന് വരാനാ? പിള്ളേരുടെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഇത്രയും കാലം ഒന്നിനെ കുറിച്ച് ഞാൻ ഓർക്കാറില്ലായിരുന്നു. പിള്ളേരെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാൻ മറക്കല്ലേ. പോകാൻ എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല. എന്നായാലും അത് വേണ്ടേ? ദീനാമേ, ആ, അതാ വിളിക്കുന്നു. പോയിട്ട് വരട്ടെ. ആ മിലിറ്ററി പൗലോസിന്റെ കടയിലോട്ടാ. അവിടെ അപ്പൊ കമ്പനി. ആൻഡോ ഇപ്പൊ അവിടെ ക്യാമ്പ്. അയാളെ കുത്തിപ്പൊക്കി വിട്ടത് പൗലോസും ജോർജ് കുട്ടിയും കൂടി ആണെന്നൊരു സംശയമുണ്ട്. തിരക്കിന്ന് പറഞ്ഞു.
ആ പൗലോസിന്റെ ചായക്കടല ഇരിപ്പ് അത്ര നല്ലതിനല്ല. അതെന്താ ആയിക്കോലെ കുഴപ്പമുണ്ടോ? അതല്ല, എനിക്കത് നാണക്കേടാണ്. മനസ്സിലായോ? അല്ല, ഇവിടെ നിന്ന് മടക്കുമ്പോ എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങണമല്ലോ എന്ന് കരുതിയാ. അതിന് വേറെ സ്ഥലമൊന്നുമില്ലേ? ശരി, എന്നാ നീ വേറെ എവിടെയും പോയിരിക്കാം.